പട്ടാള കഥകൾ നാം കുറെ കേട്ടിട്ടുണ്ടാകും. പണ്ട് അവധിക്കെത്തുന്ന പട്ടാളക്കാർ നാട്ടിലെത്തി അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് രസകരമായ ഓർമ്മകളായി പലയിടത്തും നാം കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ പട്ടാള കഥകൾ വായിക്കാനായി ഒരു അവസരമൊരുക്കിയിരിക്കുകയാണ് 13 മുൻ സൈനികർ. കന്റോൺമെന്റ് കഥകൾ എന്നുള്ള പേരിലാണ് അവരുടെ അനുഭവങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഏതാനും പേർ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഹരി അരയമ്മാക്കോലാണ് ഈ പുസ്തകത്തിൻ്റെ എഡിറ്ററായി പ്രവർത്തിച്ചത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സൈനിക ജീവിതത്തിൻ്റെ അനുഭവക്കുറിപ്പുകൾ സമാഹരിക്കുക എന്ന ആശയത്തിലേക്ക് എത്തിയത്? പ്രധാനമായി കോവിഡാണ് ഇതിനൊരു കാരണം. കോവിഡ് കാലത്തെ അടച്ചിരിപ്പാണ് ഇതിനൊരു പ്രധാന കാരണം. ഞങ്ങളുടെ മാസാമാസമുള്ള കൂടിച്ചേരലുണ്ടായിരുന്നു. കോഴിക്കോടുള്ള എക്സ് സർവീസ്മെൻ എക്സ് എയർഫോഴ്സ് കൂട്ടായ്മയായ ഈഗിൾസിൻ്റെ കലാ സാംസ്കാരിക വേദിയാണ് ഫേസ്, ഫോറം ഫോർ ആൾട്ടർനേറ്റ് കൾച്ചർ ഓഫ് ഈഗിൾസ്. അപ്പം മാസാമാസങ്ങളിൽ ഞങ്ങൾ ഒരു കൂടിച്ചേരലുണ്ടായിരുന്നു എല്ലാ അവസാനത്തെ ശനിയാഴ്ചയും. അത് നിന്നുപോയി അടച്ചിരിപ്പോടെ. അപ്പോൾ അന്ന് തോന്നിയ ഒരു ഐഡിയ ആണ്, അതാണ് ഒരു പ്രധാന കാരണം. മറ്റൊന്ന്, പട്ടാള കഥകൾക്ക് വായനക്കാർ ഉണ്ടെന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ സ്ഥിരമായി എഴുതാറുണ്ട് പട്ടാള കഥകളെ കുറിച്ച്, മിലിറ്ററി മെമ്പേഴ്സ് എഴുതാറുണ്ട് പത്രങ്ങളിലൊക്കെ. അപ്പോൾ അടുത്ത ദിവസം അല്ലെങ്കിൽ അതിനടുത്ത ദിവസം ഒരുപാട് മെയിൽ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പട്ടാള കഥകൾക്ക് ഒരുപാട് വായനക്കാരുണ്ടെന്ന് ഞാൻ അതിൽ നിന്നും മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഫ്രണ്ട്സുമായി ഇതിനെപ്പറ്റി ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു കഥാസമാഹാരത്തിനുള്ള ഒരു വഴി തെളിഞ്ഞത് ആക്ച്വലി. അപ്പോൾ അതിൽ നമ്മളെ സമാഹരിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം ആദ്യം. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു കഥകൾ വരുത്തി. ഒരു 60ഓളം കഥകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചാൽ പൊതു വായനക്കാർക്ക് മനസ്സിലാവുന്നുള്ള കഥകളായിരിക്കണം എന്നായിരുന്നു നമ്മളൊരു നിർദ്ദേശം. അപ്പോൾ അതിൽ ചേർക്കാൻ പറ്റുന്ന ഏതാനും കഥകൾ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, എയർഫോഴ്സുകാർ മാത്രമല്ല, സായുധ സേനയിൽപ്പെട്ട 3 വിഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാർ ഇതിൽ എഴുതിയിട്ടുണ്ട്. പ്രസിദ്ധരായ CR പരമേശ്വരൻ, പിന്നെ അതേപോലെ കേണൽ സോണിയ ചെറിയാൻ, കുഞ്ചു നമ്പ്രാത്തിൽ, ഇവരുടെയൊക്കെ രചനകൾക്കൊപ്പം ഞങ്ങളെപ്പോലെ സാധാരണക്കാരായ എഴുത്തുകാരുടെയും രചനകൾ ഉൾപ്പെടുത്താൻ പറ്റി. EP മുരളി സിന്ധു നദീതീരത്ത് എന്ന ഓർമ്മക്കുറിപ്പാണ് എഴുതിയിരിക്കുന്നത്. അത് ഈ പല അതിശയോക്തി ഒക്കെ തോന്നാറുണ്ട് പട്ടാള കഥകൾ പലതും കേൾക്കുമ്പോൾ. അതിൻ്റെ അപ്പുറത്തേക്ക് കൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഓർമ്മക്കുറിപ്പാണ് താങ്കളുടേത്. എങ്ങനെയാണ് മൊത്തത്തിൽ താങ്കളുടെ സൈനിക ജീവിതത്തെ ഓർക്കുന്നത്? ഈ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഓർമ്മക്കുറിപ്പ് തന്നെയാണ്. ഞാൻ ആ ഒരു സന്ദർഭത്തെ ഞാൻ ഒരു ഓർമ്മക്കുറിപ്പായിട്ട് എഴുതുകയും പിന്നീട് ഈഗിൾസിൻ്റെ ഫേസിൽ ഈ സംരംഭത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തതാണ്. എത്തിച്ചേർന്ന ശേഷമാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അതൊരു കഥ തന്നെയായിരുന്നു. അതുപോലെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഒരു പട്ടാളക്കാരൻ എന്ന് പറയുന്ന രീതിയിൽ നമുക്കുണ്ടാകാറുണ്ട്. പ്രധാനമായിട്ട് ഞാനിപ്പോൾ ഓർക്കുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത്